മൂവരിൽ മുമ്പനാര് എന്ന് ഉള്ളതിൻ്റെ ഉത്തരം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഇന്ന് നൽകി. ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു. ചർച്ചകൾ നടക്കുമ്പോൾ ആളുകൾ വിചാരിക്കും പറയും ഈ വിജയത്തിൻ്റെയൊക്കെ ശോഭ കെടുത്തരുത്. ഞാനും പറഞ്ഞു ശോഭ കെടുത്തരുന്ന്. പക്ഷേ കോൺഗ്രസിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഹൈക്കമാൻഡിൻ്റെ മുമ്പിലുണ്ടായിരുന്ന വലിയ കടമ്പയെന്ന് പറയുന്നത് മൂന്ന് നേതാക്കളെന്ന് പറഞ്ഞാൽ ഒന്ന് വി ഡി സതീശൻ, പിന്നെ രമേശ് ചെന്നിത്തല, അതുപോലെ KC വേണുഗോപാൽ. അപ്പോൾ ഈ മൂന്ന് പേരിൽ ആരെയും ഒരു കാരണവശാലും പുറകോട്ട് മാറ്റി നിർത്താൻ ഹൈക്കമാൻഡിന് കഴിയുന്നതല്ല. പിന്നെ അവർക്ക് വേണ്ട ഇൻഡിപെൻഡൻ്റ് എവിഡൻസ് ആണ്. ഇതിൽ മുമ്പനാര് എന്ന് കണ്ടുപിടിക്കണം. ഒരു വലിയ ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയായിരുന്നു അത് കേട്ടോ. കാരണം KC വേണുഗോപാലിന് നിയമസഭാ കക്ഷിയിൽ വൻ ഭൂരിപക്ഷം ഉണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം ഈ സംഘടന ചുമതലയുള്ള AICCയുടെ സെക്രട്ടറിയാണ്. വലിയ പോസ്റ്റിലിരിക്കുന്ന ആളാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇങ്ങോട്ട് വരേണ്ട കാര്യം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എന്നാലും നമുക്ക് ഒരാൾക്ക് ആഗ്രഹം തോന്നിയാൽ അതിന് കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം എല്ലാ രാഷ്ട്രീയക്കാരുടെയും അൾട്ടിമേറ്റായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഇതുപോലെ അധികാര സ്ഥാനങ്ങളിൽ, താക്കോൽ സ്ഥാനങ്ങളിൽ എത്തുക എന്നുള്ളതാണ്. മന്ത്രി അല്ലെ മുഖ്യമന്ത്രി അല്ലെ മന്ത്രി, ഇതൊക്കെയാണ്. അപ്പോൾ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം ഈ വിജയത്തിൽ KC വേണുഗോപാലും വഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ VD സതീശൻ വളരെ അത്യധ്വാനം ചെയ്തിട്ടുണ്ട്. അതിനൊന്നും നമ്മൾ കുറച്ച് കാണാൻ പറ്റത്തില്ല. രമേശ് ചെന്നിത്തല അതേപോലെ തന്നെ ഇതോടൊപ്പം തന്നെ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഇതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവരിൽ ഇതിൽ ആരെ വേണം എന്നുള്ളത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു. പക്ഷേ എനിക്ക് പറയാൻ ഒക്കത്തില്ല. കാരണം എനിക്ക് ഈ മൂന്ന് പേരും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത് എൻ്റെ അടുത്ത സുഹൃത്തും എൻ്റെ സഹപാഠിയുമാണ്, ക്ലാസ്മേറ്റുമാണ്. അദ്ദേഹത്തിനെ എനിക്ക് ഒരിക്കലും വിട്ടു പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ KC വേണുഗോപാലുമായിട്ട് നല്ല അടുപ്പമുണ്ട്. എനിക്ക് അദ്ദേഹവും കൊള്ളത്തില്ലാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ അതേപോലെ തന്നെ സതീശനുമായിട്ട് എനിക്ക് നേരിട്ടുള്ള അടുപ്പമില്ലെങ്കിലും അല്ലാത്ത വിധത്തിൽ അടുപ്പമുണ്ട്. സതീശനെ എന്നെ അറിയാം, എനിക്ക് അദ്ദേഹത്തെ അറിയാം, വളരെ നല്ല അടുപ്പമുണ്ട്. അപ്പോൾ എനിക്ക് ഈ മൂന്ന് പേരും ഒരുപോലെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് ഇത് ആര് വേണം എന്നുള്ള ഒരു കാര്യം എനിക്ക് പറയാൻ ഒക്കത്തില്ല. ഇതിൽ ആര് വന്നാലും ഞാൻ സന്തുഷ്ടവാനാണ്. അപ്പോൾ ഇത് താമസിച്ചു പോയി, ഇതിങ്ങനെ വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്ന രീതിയിൽ അങ്ങ് നീണ്ടുപോയി. ഇങ്ങനെ നീണ്ടൊക്കെ പോവും. കാരണം ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുമ്പം ആർക്കെടുക്കാൻ പറ്റും ഇങ്ങനൊരു തീരുമാനം? അതുകൊണ്ട് കോൺഗ്രസ് അപ്പോൾ അവസാനം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം KC വേണുഗോപാലാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും എന്താ പറയുന്നത് കോൺഗ്രസിനെ കുറിച്ച്? ഹൈക്കമാൻഡ് അത് എടുത്തു വെച്ച് റെഡിയാക്കി അവസാനം KC വേണുഗോപാലിനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്ന് ലേലം വിളിച്ചു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞേനെ. ഇതിപ്പോൾ അവർക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ ഒരുപാട് പബ്ലിക് സപ്പോർട്ട് നോക്കിയാൽ, അതായത് MLA-മാരുടെ സപ്പോർട്ടല്ല ഞാൻ പറഞ്ഞ്, പൊതുജനങ്ങളുടെ സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ശ്രീ VD സതീശന് ആണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്നുള്ളത് നമുക്ക് പറയാം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിലപാടുകളുണ്ടല്ലോ വളരെ പ്രത്യേകതയുള്ളതാണ്. വളരെ ധൈര്യമായിട്ട് ഒരു കാര്യം അങ്ങ് തീരുമാനിക്കും. ആ തീരുമാനിക്കുന്നതെന്ന് അത് നടപ്പാക്കും. യഥാർത്ഥത്തിൽ ഒരു നേതാവിന് ഒരാളെ ഒരു നേതാവെന്ന് ഇപ്പോൾ ഭരിക്കുന്ന ആൾ മുഖ്യമന്ത്രിയാണല്ലോ, നേതാവിന് വേണ്ട ഏറ്റവും വലിയ ഗുണമാണത്. ആ തീരുമാനിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞതിന് പിന്നോക്കം പോകുന്ന പ്രശ്നമേ ഇല്ല. അത് VD സതീശനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രത്യേകതയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അത് നല്ലതുമാണ്. പിന്നെ ഏറ്റവും നല്ലൊരു കാര്യം ഞാൻ കണ്ടത്, ഇന്നലെ പതുക്കെ നമ്മുടെ ഈ സുകുമാരൻ നായർ NSSൻ്റെ ഈ ഇറങ്ങിയിട്ട് പതുക്കെ പറഞ്ഞു തുടങ്ങി. മുസ്ലിം ലീഗ് അവർക്ക് VD സതീശനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതാരാ ലീഗ് പറയാൻ കാര്യം? ലീഗിനെന്തുവാ കാര്യം? ലീഗിനെന്തുവാ കാര്യമെന്ന് അയാൾക്ക് അറിയത്തില്ലേ? ലീഗ് എന്ന് പറയുന്നത് UDF-ലെ രണ്ടാമത്തെ കക്ഷിയാണ്. 22 MLA-മാരുണ്ട്. വെറുതെ അല്ല ലീഗ് പറയുന്നത്. ലീഗ് പറയുന്നതിനകത്ത് അർത്ഥമുള്ള കാര്യമാണ് ലീഗ് പറയുന്നത്. ലീഗിന് VD സതീശനെ പേരെടുത്ത് അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ ശരിയായ രീതി എല്ലാവരും മനസ്സിലാക്കത്തക്കവണ്ണം പറഞ്ഞു. നല്ല കാര്യമാണ്. അല്പം താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല, VD സതീശൻ തന്നെ ആയല്ലോ. അപ്പോൾ പിന്നെ ലീഗിനും സമാധാനമായി. അതേപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പ് പറഞ്ഞത്
ഒരു MLA ആയിരിക്കണം വരുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ KC വേണുഗോപാൽ വേണ്ട എന്നുള്ളത് ഒരർത്ഥത്തിൽ അങ്ങ് പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് രഹസ്യമായിട്ട്. അതേപോലെയാണ് ഇനി പിന്നെ അപ്പോൾ ഇത് നോക്കി അതുപോലെ ഷിബു ബേബി ജോൺ അതേപോലെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും വ്യക്തമാക്കി. ഇതെല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ ഞാൻ ചോദിക്കട്ടെ, സുകുമാരൻ നായർക്ക് ഇത് പറയാൻ എന്താ ധാർമ്മികമായിട്ടുള്ള അവകാശമുള്ളത്? സുകുമാരൻ നായർ കുറേ നാൾ പിണറായി വിജയൻ്റെ പുറകെ നടന്നു. കിട്ടാണ്ട എല്ലാം കിട്ടിയല്ലോ, സുകുമാരൻ നായർക്ക് കിട്ടി. അത് കഴിഞ്ഞ് സുകുമാരൻ നായർ ഒരു മതസംഘടനയുടെ, അതായത് ഒരു ജാതി സംഘടനയുടെ നേതാവാണ്, നായേഴ്സിൻ്റെ ആണ്. ഇതിൽ യഥാർത്ഥത്തിൽ 3 പേര് നായന്മാർ തന്നെ ആണല്ലോ. അതായത് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും നായന്മാരാണ്. പക്ഷെ VD സതീശൻ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഇവരുമായിട്ട് അടുപ്പമൊന്നുമില്ല. ഇനി ഈ നായർ VD സതീശനെ എങ്ങനെ സമീപിക്കും? ഇനി പതുക്കെ പറഞ്ഞുകൊണ്ട് വരും VD സതീശനെയൊക്കെ ഞാൻ ഉണ്ടാക്കിയാണെന്ന്. യഥാർത്ഥത്തിൽ പറഞ്ഞനെ അയാൾ മറ്റേ 2 പേരാണെങ്കിലും ഈ സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ടിങ്ങി വന്നേനെ. പക്ഷേ ഇനി സുകുമാരൻ നായർക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതൊരു വലിയ കാര്യമാണ് ഞാൻ കാണുന്നത്. വെള്ളാപ്പള്ളിയെ എടുത്ത് ദൂരെ എറിഞ്ഞതാണ് VD സതീശൻ. VD സതീശൻ അയാളെ കാണാനൊന്നും പോയില്ല. അത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ വെള്ളാപ്പള്ളിയുടെയും കാര്യം അതും കഴിഞ്ഞു പോയി. അപ്പോൾ ഏതായാലും അവസാനം പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ ഇത് വേണ്ടി വരും. കാരണം ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞാൽ KC വേണുഗോപാൽ ഒരുപാട് ഇതിനു വേണ്ടി പ്രയത്നിച്ചു. അദ്ദേഹം അതൊക്കെ ചെയ്തതാണ്, അത് അവർക്കറിയാം. അപ്പോൾ മാത്രമല്ല ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അത് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കോ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ മല്ലികാർജുൻ ഖാർഗെക്കോ ഒന്നും ഈ വേണുഗോപാലിനെ വേണ്ട എന്ന് പറയാൻ ഒക്കത്തില്ല. വേണുഗോപാലിനെയും കൺവിൻസ് ചെയ്യണം. അവരതിന് ഒരുപാട് തെളിവെടുത്തെന്ന് പറഞ്ഞാൽ അവർ MLA-മാരെ മുഴുവൻ കണ്ടു, അവരെ മുഴുവൻ കേട്ടു. അത് കൂടാതെ പിന്നെ ബാക്കി കേരളത്തിലെ മുതിർന്ന നേതാക്കളെ, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളെയൊക്കെ കേട്ടു. പിന്നെ KPCC മുൻ പ്രസിഡന്റുമാർ, വർക്കിംഗ് പ്രസിഡന്റുമാർ, അവരെല്ലാം വിളിച്ചു അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടു. ഇതെല്ലാം കഴിഞ്ഞു. അത് മാത്രമല്ല ഇതേപോലുള്ള ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അത് നോക്കി. ആകെ സതീശനെ പുറകോട്ടടിച്ച 1-2 കാര്യങ്ങളെ ഞാൻ കണ്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഒരുപാട് സതീശന് വേണ്ടി ഇറങ്ങി. അപ്പോൾ ആ ജനങ്ങളെ ഇറക്കി വിട്ടതാണ് സതീശൻ എന്നുള്ള ഒരു കളർ കൊടുക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് അങ്ങനൊരു കളർ കൊടുക്കാൻ പറ്റി. അത് സതീശന് കുറച്ച് ബുദ്ധിമുട്ടായി. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം. ലീഗുമൊക്കെ ഈ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമുണ്ടോ? ലീഗിന് അഭിപ്രായം പറയാം, അത് ശരിയാണ്. പക്ഷെ അവരെടുത്ത് ചോദിക്കാതെ കയറിയിട്ട് ഞങ്ങൾക്ക് ഇന്നതാരാണ് മറ്റേതാണ് ഇതൊന്നും പറയുന്നത് ശരിയല്ല, ഉള്ള കാര്യമല്ല. ഏതായാലും അവർ പറയാനുള്ളത് പറഞ്ഞു. ആ പറഞ്ഞത് തെറ്റുമില്ല. കാരണം ആ പറഞ്ഞ ആളിനെ തന്നെ മുഖ്യമന്ത്രിയാക്കിയല്ലോ ഹൈക്കമാൻഡ്. അപ്പോൾ അവർ പറഞ്ഞതിനകത്തും കുഴപ്പമില്ല. സുകുമാരൻ നായർക്ക് ഇത് പറയാനുള്ള അവകാശം എന്തുവാ? മുസ്ലിം ലീഗിന് ഇത് പറയാനുള്ള അവകാശം എന്താണെന്ന് അയാൾ ചോദിച്ചാൽ അയാൾ ആദ്യം തീരുമാനിക്കണം അയാൾക്ക് എന്തെങ്കിലും അവകാശം ഉണ്ടോന്ന്. ഒന്നുമില്ലല്ലോ. അനങ്ങാതെ മൂലയിൽ പോയി ഇരിക്കേണ്ടവനാണ് കേട്ടോ വയസ്സുകാലത്ത്. അയാൾ ഇറങ്ങി വന്ന് ഈ അഭിപ്രായം പറയുക. മുസ്ലിം ലീഗിന് എന്തോ അവകാശമൊന്നും. ലീഗിന് അവകാശമുണ്ട് മിസ്റ്റർ സുകുമാരൻ നായർ. ലീഗ് 2ാമത്തെ കക്ഷിയാണ് UDF. അവർക്ക് 22 MLA-മാരുണ്ട്. വെറുതെ അല്ല, നിങ്ങളെപ്പോലല്ല ചൊറിയും കുത്തിയിരിക്കല്ല, അവർക്കതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം അതിന് വിലയുണ്ടായി. അവസാനം ഞാൻ മനസ്സിലാക്കിയത് ശ്രീ AK ആൻ്റണിയുടെയൊക്കെ അഭിപ്രായത്തിന് ഒരുപാട് വില കൊടുത്തു ഹൈക്കമാൻഡ്. കൊടുക്കുമല്ലോ, കാരണം അതുപോലെ പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെയൊക്കെ വാക്കുകളൊക്കെ അവർ കേൾക്കണം. പ്രായം കൊണ്ടായാലും പരിചയം കൊണ്ടായാലും എല്ലാം അത്രയും സമ്പത്തുള്ള ഒരാളുടെ വാക്കുകളെ തള്ളിക്കളയാൻ ഒക്കത്തില്ല. അപ്പോൾ അത് ഏതായാലും നല്ല ഒരു തീരുമാനമായി എന്ന് വേണം കരുതാൻ. ഇനി VD സതീശൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഏതായാലും നല്ലൊരു തീരുമാനമാണ് ഉണ്ടായത്. VD സതീശൻ വളരെ എന്തായാലും യോഗ്യനായ ഒരാളാണ്, ഒരു സംശയവും വേണ്ട. നിലപാടുകൾ ഉള്ള ഒരാളാണ്. ആ നിലപാടുകളിൽ ഉറച്ചിരിക്കണം. പക്ഷേ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഈ നിലപാടുകൾ ഇങ്ങനല്ല കൊണ്ടുപോകേണ്ടത്. ഒരു വയാമീഡിയ കീപ്പ് ചെയ്യണം. എടുത്തടിച്ച പോലുള്ള വർത്തമാനം പറയരുത്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ VD സതീശൻ്റെ അടുത്ത്,
ഒരു പിണറായി വിജയനായി മാറരുത് കാലം കഴിയുമ്പോൾ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നോക്കണം, തന്നെത്താനല്ല തീരുമാനം എടുക്കേണ്ടത്. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ മന്ത്രിസഭയുടെയൊക്കെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയാണ് മന്ത്രിസഭയ്ക്കുള്ളത്. എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കണം, അതിനെ ശ്രദ്ധിക്കുകയും വേണം. അതാണ് ചെയ്യാനുള്ളത്.